ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏഞ്ചൽ തീം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എഗ്ലെസ് കേക്കാണ്. ഇത് ഫ്ലേവർ വന്നേക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ 2 കിലോയുടെ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. താഴത്തെ ബേസ് 1.5 kg, മേളത്തെ 1/2 kg അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഏറ്റവും അധികം ഷുഗർ സിറപ്പ് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ ഡ്രം ബേസാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. 1 kg ഡ്രം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മേടിക്കാനായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഡ്രം ബേസിനകത്ത് നമുക്ക് ആദ്യം ക്രീം പെരട്ടി കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്രീമിനകത്ത് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഐസിങ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മേളിൽ കൂടെ എക്സ്ട്രാ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വേണം എല്ലാ ലെയേഴ്സും റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം സെക്കൻഡ് ലെയർ ഞാൻ വെച്ചെടുത്തു. താഴത്തെ ലെയർ 1.5 kg. അപ്പം 4 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കനം കുറച്ച് ഒരു 5 ലെയർ വരെ ആക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി തിക്കായിട്ടുള്ള ലെയറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാം നമുക്ക് ഇതേ കണക്ക് എല്ലാ ലെയറും റെഡിയാക്കി എടുക്കാം. ഇത് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. അതുവരത്തേക്ക് നമുക്ക് 1/2 kg കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസും വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ നാളെ എന്തൊക്കെയാണ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ എൻ്റെ കേക്കിൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് അറിയുക. എൻ്റെ ബേസിക് ആയിട്ടുള്ള റെസിപ്പീസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇത് താഴത്തെ ലെയർ ഞാനാണെങ്കിൽ ക്രം കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിച്ച് ഒത്തിരി ബോർ ചെയ്യേണ്ട. സെയിം ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്തില്ലേ 1.5 kg, സെയിം അതുപോലെ തന്നെയാണ് ചെയ്തത് കേട്ടോ. ഇതും അത് കാരണം സ്പീഡിൽ ഇങ്ങനെ ആക്കിയെടുത്തേക്കുന്നതാണ് വീഡിയോസ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ചെറിയ കേക്കായ കാരണം പെട്ടെന്ന് തന്നെ ഞാനാണെങ്കിൽ ഫൈനൽ കോട്ടും ചെയ്തിട്ടുണ്ട്. മേളത്തെ തീം കളറാണെങ്കിൽ വൈറ്റാണ് വെച്ചേക്കുന്നത്. താഴത്തെ ബ്ലൂ കളറിലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാനാണെങ്കിൽ ഇത് തന്നെ ചെയ്ത് വെച്ചു. ബാക്കി വരുന്ന ക്രീമിനകത്ത് ഐസ് ബ്ലൂ കളർ ഞാൻ ആഡ് ചെയ്ത് അങ്ങനെ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഫൈനൽ കോട്ട് ആയിട്ടുണ്ട്. നമുക്ക് സെറ്റ് ആവാൻ എപ്പോഴാണെങ്കിൽ നമ്മൾ ടയർ കേക്ക് ചെയ്യുമ്പോൾ മിനിമം ഒരു 5 മണിക്കൂറത്തേക്കും വേണമെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. അതിന് ശേഷമേ ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ സ്റ്റേക്ക് ചെയ്യാവുള്ളൂ. ഡെലിവറി ചെയ്യുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അന്നേരം തന്നെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സമയം എങ്ങനെ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. എന്നാലും 2 ടയറും 5 മണിക്കൂറത്തേക്കും സെറ്റായിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഓവർനൈറ്റ് വേണ്ടി സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാനിത് ഡെലിവറി സമയമായപ്പോൾ 2 മണിക്കൂർ സമയമുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ കുറച്ച് ഫോണ്ടൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം താഴത്തെ ലെയർ എപ്പോഴും കേക്കാണെങ്കിൽ എപ്പോഴും നമ്മൾ സ്ക്വയറൊക്കെ ഇതുപോലെ കുത്തി കൊടുക്കണം. എന്നുവെച്ചാൽ മേളത്തെ കേക്ക് വെക്കുമ്പം താഴത്തെ ആണെങ്കിൽ ലെയേഴ്സൊക്കെ ആണെങ്കിൽ അനങ്ങാനോ ഡാമേജ് ആവാനോ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഡെലിവറി ചെയ്യുമ്പം അവർ കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ സ്ക്വയർ വെച്ച് കൊടുക്കുക. പിന്നെ അതിന് ശേഷം വേണം മേളത്തെ ടയർ വെച്ച് കൊടുക്കാനായിട്ട്. ആ നടുക്കൂടെ ഞാനാണെങ്കിൽ ഒരു ബാമ്പു സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണിക്കാനായിട്ട് വിട്ടു പോയതാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ ഏഞ്ചൽ തീം കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ്.